ഹായ് എവ്രി വൺ. അപ്പോൾ ട്വിൻ ഫ്ലെയിം ജേർണിയിൽ പോകുന്നവർക്ക് ഇപ്പോൾ റീസെൻ്റായിട്ട് വരുന്ന കുറച്ച് സിംറ്റംസ് വരുന്നുണ്ട്. ഇതുപോലെ കാലിൽ നീര് വരിക, ബാക്ക് പെയിൻ, ലെഗ് പെയിൻ, അല്ലെങ്കിൽ മുട്ട് വേദന, നീ ആയിട്ടുള്ള പെയിനൊക്കെ വരുന്നുണ്ട്, നീര് വരുന്ന സിറ്റുവേഷൻസ്. അതുപോലെ ഫുഡിൽ എനിക്കൊക്കെ ഒരുപാട് വിശപ്പ് കൂടുന്ന ഒരവസ്ഥയാണ് ഫീൽ ചെയ്തത്. അതുപോലെ DNA ഹീലിംഗ് നടക്കുന്നതിൻ്റെ ഇതായിട്ട് ഇച്ചിങ് വരിക ബോഡിയിലൊക്കെ. അതുപോലെ നല്ല ഉറക്കം, ചിലപ്പോൾ ഉറക്കമില്ലാത്ത അവസ്ഥ. ഇതൊക്കെ ശരിക്കും ട്വിൻ ഫ്ലെയിം ജേർണിയിൽ ഷിഫ്റ്റ് നടക്കുന്നുണ്ട്, ഹ്യൂജ് ഷിഫ്റ്റ് നടക്കുന്നുണ്ട്. ഇപ്പോൾ ഈ പ്ലാനറ്ററി പൊസിഷൻസ്, സാറ്റേണും വീനസ് ലവിൻ്റെ പ്ലാനറ്റാണ്. അതുപോലെ സാറ്റേൺ കർമ്മയാണെന്നറിയാം അല്ലേ. ഇവർ തമ്മിൽ കൺജക്ഷൻസ്, വീനസും സാറ്റേൺ തന്നെയാണ് കൺജക്ഷൻസ് ആവുന്നതെന്ന് പറയുന്നു. ആ ഒരു സമയത്ത് യൂണിയൻ ആവാനുള്ള ചാൻസസും കമ്മ്യൂണിക്കേഷൻസ് ബെറ്റർ ആവാനുള്ള ചാൻസസൊക്കെ പറയുന്നുണ്ട്. പക്ഷെ നമുക്ക് DFസിന് ഇങ്ങനത്തെ ഫിസിക്കൽ ആയിട്ടുള്ള പെയിൻസ് വരുന്നത്, ഇനി നിങ്ങൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്താൽ, റിയൽ ട്വിൻ ഫ്ലെയിംസ് ആണെങ്കിൽ ഡോക്ടറെ കൺസൾട്ട് ചെയ്താലും നിങ്ങളുടെ ഫിസിക്കൽ ബോഡിയിൽ പ്രത്യേകിച്ച് ഇഷ്യൂസസ് അല്ല അത് നമ്മുടെ ഒരു ഇമോഷണൽ ബോഡി, അല്ലെങ്കിൽ നമുക്ക് റിലീസ് ചെയ്യേണ്ടിയുള്ള കാര്യങ്ങളാണ്. ഇപ്പം നീര് വരെ ഇങ്ങനത്തെ പെയിൻസൊക്കെ ഉണ്ടെങ്കിൽ മനസ്സിലാക്കുക, നമ്മൾ ഒന്നുകൂടി ഗ്രൗണ്ടിങ് ചെയ്യണം, റൂട്ട് ചക്രയിൽ വർക്ക് ചെയ്യുക, നമുക്ക് DMDF ബാലൻസിങ് ചെയ്യാം. ഞാൻ എൻ്റെ ചാനലിൽ DMDF ബാലൻസിങ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ അതൊരുപാട് പേര് ചെയ്യാറുണ്ട്. അപ്പോൾ അവർ പറയാറുണ്ട് അവർക്ക് നല്ല ബാലൻസ് വരാറ്, ബാലൻസ് ഔട്ട് ഓഫ് ബാലൻസ് അപ്പോൾ അത് ചെയ്ത് നോക്കാറുണ്ട്. അപ്പോൾ നല്ല ബാലൻസ് വരാറുണ്ടെന്ന് പറയാറുണ്ട്. അപ്പോൾ അത് ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് ചാനലിലാണെങ്കിലും DMDF ബാലൻസിങ് ചെയ്ത് നോക്കാം. അതേപോലെ നന്നായിട്ട് റൂട്ട് ചക്ര വർക്ക് ചെയ്യുക. കാരണം ഞാനിപ്പോൾ റൂട്ട് ചക്ര ബ്രേസ്ലെറ്റ്സ് ഒന്നും അങ്ങനെ ഷിപ്പ് ചെയ്യാറില്ല. എനിക്കിതൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ജേർണിയിൽ ഞാൻ ബ്രേസ്ലെറ്റ്സ് സെല്ല് ചെയ്യണമെന്നോ അങ്ങനൊന്നും ഞാൻ ചിന്തിച്ചിട്ടൊരു കാര്യമല്ല. പക്ഷേ എൻ്റെ അടുത്ത് ക്ലയൻസ് ചേച്ചി ഈ ചക്ര ഉണ്ടാവും, ഒന്ന് സജസ്റ്റ് ചെയ്ത് തരുമോ, ഫേക്ക് ആണോ നല്ലതാണോ എന്നൊന്നും അറിയില്ല. അപ്പോഴാണ് ഞാൻ ചിന്തിക്കുന്നത് ശരി അവർക്ക് ഞാൻ വാങ്ങിയതുണ്ട്, അത് ഒറിജിനലാണ്. അപ്പോൾ ആ ഒരു സ്റ്റോറിൽ നിന്നോ, അല്ലെങ്കിൽ എനിക്കറിയുന്ന കുറച്ച് സ്റ്റോറുകളുണ്ട് നല്ല ജെന്യുവൻ ആയിട്ടുള്ളത്. ആദ്യമൊക്കെ സ്റ്റോറുകാർ പറ്റിച്ചിരുന്നു കേട്ടോ. അപ്പോൾ അവരൊക്കെ ഞാൻ കട്ട് ഓഫ് ചെയ്തു. ജെന്യുവൻ ആയിട്ടുള്ള സ്റ്റോറുണ്ട്. അപ്പോൾ അവിടെ നിന്നാണ് സ്റ്റോറിൽ നിന്ന് വാങ്ങാറ്, പെട്ടെന്ന് തന്നെ കിട്ടാറുണ്ട്, നല്ല ക്രിസ്റ്റൽസാണ്. അപ്പോൾ ഇപ്പോൾ അടുത്താണ് ഒരു കുട്ടി വന്ന് ചോദിക്കുന്നത്, ചേച്ചി ലൈവിൽ ഞാൻ ക്വസ്റ്റ്യൻ ചോദിച്ചു, അപ്പോൾ ഞാൻ ഉദ്ദേശിച്ച ക്വസ്റ്റ്യൻ വേറെയാണ്. എൻ്റെ മനസ്സിൽ റൂട്ട് ചക്ര ബാലൻസ് ആയോ എന്നാണ് ഞാൻ മനസ്സിൽ ചിന്തിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ചോദിച്ച ക്വസ്റ്റ്യൻ വേറെയാണ്. പക്ഷേ ഞാൻ ഉത്തരം പറഞ്ഞു വന്നപ്പോൾ റൂട്ട് ചക്രയിൽ വർക്ക് ചെയ്യണം എന്ന് അത്രേ പറഞ്ഞത്. അപ്പോൾ ആ കുട്ടിയുടെ മനസ്സിൽ നിൽക്കുന്ന ആ ഒരു ഉത്തരം ഞാൻ പറഞ്ഞു. അപ്പോൾ അവർ ചോദിച്ചു, അപ്പോഴാണ് എന്നോട് ചോദിക്കുന്നത് റൂട്ട് ചക്ര ബ്രേസ്ലെറ്റ്സ് ഉണ്ടെങ്കിൽ ഒന്ന് സജസ്റ്റ് ചെയ്ത് തരാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ റെഡ് ജാസ്പറും ബ്ലാക്ക് ടോർമാലിൻ കോമ്പിനേഷനുള്ള ക്രിസ്റ്റൽസ് ഓർഡർ ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇന്ന് ഷിപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു 3-4 ഓർഡർ വന്നു. 5 പീസസാണ് ഉണ്ടായിരുന്നത്. 4 പേർക്ക് ഞാൻ ഷിപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഞാൻ പറയുന്നത് ഈ ഒരു ജേർണിയിൽ ഞാൻ ഇതും ഒരു കൈൻഡ് ഓഫ് സോൾ പർപ്പസ് തന്നെയാണ്. ഞാനത് ക്ലെൻസ് ചെയ്ത് ഹീൽ ചെയ്തിട്ട് എനർജൈസ് ചെയ്തിട്ടാണ് കൊടുത്തിട്ടുള്ളത് അവർക്ക്. ക്ലെൻസൊക്കെ ചെയ്തിട്ട് അവർക്ക് എനർജി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ എൻ്റെ ജേർണിയിലെ പാർട്ടിൽ വരുന്ന സോൾ പർപ്പസാണ്. അപ്പോൾ ഈ ഒരു സമയത്താണ് റൂട്ട് ചക്ര ബ്രേസ്ലെറ്റ്സ് ആയിട്ട് ഞാൻ വാങ്ങി കൊടുക്കുന്നത്. അതിനർത്ഥം ഇപ്പോൾ റൂട്ട് ചക്ര ഇഷ്യൂസാണ് ഒരുപാട് പേർക്ക് വരുന്നത്. അതാണ് ഞാൻ പറഞ്ഞു വന്നത്, റൂട്ട് ചക്ര ഇഷ്യൂസസ് നന്നായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് ഹീൽ ചെയ്യുക, നിങ്ങൾ ഗ്രൗണ്ട് ചെയ്യുക, പൂഴിയിലൊക്കെ ഒന്ന് ഇരിക്കുക, അല്ലെങ്കിൽ കാല് മണ്ണിലേക്ക് ഇങ്ങനെ എന്താ പറയുക, കുറച്ച് മണ്ണിങ്ങനെ എടുത്ത് കാലുള്ളിലേക്ക് വെച്ച് മണ്ണ് മുകളിലേക്ക് ഇടുക. അപ്പോൾ ഗ്രൗണ്ടിങ് നടക്കും, എനർജി ബാലൻസ്ഡ് ആവും. നന്നായിട്ട് റൂട്ട് ചക്ര ബീച്ച് മന്ത്രം നന്നായിട്ട് ചൊല്ലുക, ഡാൻസ് ചെയ്യാം, ഗ്രൗണ്ട് ചെയ്യാം. ഞാൻ ഡാൻസൊക്കെ ചെയ്യും, എൻ്റേതായിട്ടുള്ള പാഷൻ ഡാൻസ്, പാട്ട്, അതൊക്കെയാണ്. യോഗ അതൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങളും അതുപോലെയൊക്കെ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ ബീച്ച് മന്ത്രം ചെയ്യുക. അപ്പോൾ പെയിനൊക്കെ വരുന്നുണ്ടെങ്കിൽ, ഹെൽത്ത് കണ്ടീഷൻസ് വരുന്നുണ്ടെങ്കിൽ, അത് മേജർ ഹെൽത്ത് കണ്ടീഷൻസ് ഒന്നും ട്വിൻ ഫ്ലെയിം ജേർണിയിൽ വരില്ല. പിന്നെ നിങ്ങൾക്ക് അതിൽ വലിയ കർമ്മ ഉണ്ടെങ്കിലാണ് അത് വലിയ കണ്ടീഷൻസ് ആയിട്ടൊക്കെ വരുന്നത്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഹെൽത്ത് കണ്ടീഷൻസ് വരുന്നത്, ഹെൽത്ത് ബ്ലെസ്സിങ്സ് വരുന്നത് നിങ്ങൾക്കൊന്ന് നിങ്ങളുടെ സ്പിരിച്വൽ വേൾഡിലേക്കൊന്ന് നിങ്ങളെ വഴി തിരിച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഞാൻ ഇന്നൊരു വീഡിയോ വാട്സപ്പിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ടാരോ കൺസൾട്ടൻ്റായിട്ട് ടിറ്റി വർഗീസ് മാമിൻ്റെ ചാനലാണ്. മീൻസ് മാം ഒരു ഇൻ്റർവ്യൂ കൊടുക്കുന്നത്, അതിൽ കർമ്മേനെ കുറിച്ച് പറയുന്നുണ്ട്. ഓൾറെഡി ഞാനൊരു പരലോക നിയമങ്ങൾ എന്ന ബുക്ക് സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ആഫ്റ്റർ ഡെത്തിന് ശേഷം ഉണ്ടാവും നമ്മൾ പോകുന്ന തലങ്ങൾ. അത് വായിക്കുമ്പോഴാണ് നമുക്ക് പ്രസൻറ്റ് ലൈഫിൽ നമ്മൾ നല്ല കർമ്മം ചെയ്യാനും നമുക്ക് മനസ്സിലാവുന്നത്. നമ്മുടെ കർമ്മം അനുസരിച്ചിട്ടാണ് നമുക്ക് അവിടെ തലങ്ങൾ കിട്ടുന്നത്. 7 തലങ്ങളുണ്ടെങ്കിൽ ഒരു തലത്തിൽ ഇപ്പോൾ ലെവൽ 1 തന്നെ സബ് ഡിവിഷൻസ് 9 ഉണ്ട്. അത് കഴിഞ്ഞാൽ ലെവൽ 2ലേക്ക് പോവുക, അതിലും സബ് ഡിവിഷൻസ് ഉണ്ട്. അങ്ങനെയാണ്.
ഒരു 7 സ്റ്റെപ്പായിട്ട് എടുക്കുകയാണെങ്കിൽ അതിലും 1 തൊട്ട് 4 വരെയുള്ള തലങ്ങൾ സത്യം വളരെ മോശപ്പെട്ട സോൾസുകളൊക്കെ കയ്യും കാലൊക്കെ ഒടിഞ്ഞിട്ടും ക്രൂരമായി ഇപ്പോൾ ഈ മർഡർ ചെയ്യുന്ന ആൾക്കാരും അത്രയും മറ്റുള്ളവരെ നെഗറ്റീവായിട്ട് കർമ്മം ചെയ്യുന്നവരും ചതിക്കുന്നവരും പറ്റിക്കുന്നവരും മൃഗീയമായി ഉപദ്രവിക്കുന്നവരും എത്രയും നെഗറ്റീവായിട്ടുള്ള കർമ്മം ചെയ്യുന്നുണ്ടോ, പറ്റിക്കുന്നവരും നുണ പറയുന്നവരും അങ്ങനത്തെ ആൾക്കാരൊക്കെയാണ് ഈ തലങ്ങളിലുള്ളത്. ഞാൻ ആ ബുക്ക് വായിച്ചപ്പോൾ ഉണ്ടായിരുന്നു, അതിൽ ബ്രേക്കപ്പായ ചീറ്റ് ചെയ്ത ആ ഒരു പേഴ്സൺ പോലും ആ തലത്തിൽ വന്ന് കിടക്കുന്നുണ്ടായിരുന്നു. അതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നിങ്ങൾ അതുപോലെ തന്നെയാണ് മരിച്ച ആൾക്കാർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഈ ഒരു 7 ദിവസം 14 ദിവസം 41 ദിവസം എന്നൊക്കെ പറയുന്നത് എന്താണ്, അവരെ കർമ്മക്കണക്ക് സെറ്റിൽമെൻറ്റ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ കർമ്മക്കണക്ക് കുറച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടും അവർക്ക് നെക്സ്റ്റ് റേലത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. പക്ഷെ നമുക്കത് പണ്ടത്തെ ആൾക്കാർ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ദിവസങ്ങൾ വെച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ അവർക്ക് കർമ്മ ക്ലെൻസ് ചെയ്ത് പോട്ടെ, അല്ലെങ്കിൽ ഫോർഗീവ്നെസ് കൊടുക്കാൻ പറയുന്നത് അതാണ്. നിങ്ങൾ മരിച്ചുപോയ സോളുകൾക്ക് അച്ചാച്ചൻ അമ്മമ്മ അവരൊക്കെ പ്രാർത്ഥിക്കുമ്പോഴാണ് കൂടുതലും ഞാനൊക്കെ പ്രാർത്ഥിക്കാറുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ ഫാമിലിയിൽ എൻ്റെ ഒരു മേമ സൂയിസൈഡ് ചെയ്തതാണ്. സൂയിസൈഡ് ചെയ്യാൻ വേണ്ടി ചെയ്തതല്ല, പക്ഷേ ഒരു ആക്സിഡൻറ്റിൽ സൂയിസൈഡായിരുന്നു, അങ്ങനെ മരണപ്പെട്ടു പോയി. അപ്പോൾ എനിക്കിടയ്ക്കിടയ്ക്ക് അവളിങ്ങനെ കാണുമായിരുന്നു. അവളുടെ 27ാമത്തെ വയസ്സിലാണ് മരണപ്പെട്ടു പോയത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഈ സോളിൻ്റെ പ്രസൻസ്, കാരണം അവൾ മരിക്കുന്നേക്കാൾ 1 മന്ത് മുന്നേ ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. എൻ്റെ അനിയന് ക്യാരി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്, ഹോസ്പിറ്റലൊക്കെ ആവുന്ന സമയത്ത് എൻ്റെ കൂടെ, ഞാൻ +2 സമയമായിരുന്നു തോന്നുന്നു. അപ്പോൾ എനിക്ക് മേജറായിട്ടുള്ള എക്സാംസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കാവുന്നത് കൊണ്ട് അവളും അങ്കിളുമാണ് കൂടെ ഉണ്ടാവുക. അമ്മയും അച്ഛനൊക്കെ ഹോസ്പിറ്റലിലൊക്കെ ആയിരിക്കും. അപ്പോൾ ഇവളെൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അവിടുന്ന് 45 ഡേയ്സൊക്കെ കഴിയുമ്പോഴാണ് കുറച്ച് കഴിയുമ്പോഴാണ് മരണപ്പെടുന്നത്. എൻ്റെ അനിയനൊരു കുറച്ച് മാസങ്ങളൊക്കെ ആകുമ്പോൾ സമയത്ത്. അപ്പോൾ എനിക്ക് ശരിക്കും അവളുടെ സോൾ പ്രസൻസ് മനസ്സിലാവും. എനിക്കിങ്ങനെ ചെവിയിൽ വന്നിട്ട് ആരും ഇങ്ങനെ പിറുപിറുക്കുന്ന ശബ്ദമൊക്കെ കേൾക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ എനിക്ക് പേടിയാവാറുണ്ട്. ജേണി എനിക്കറിയില്ലല്ലോ. ഞാൻ അപ്പോഴും ജ്ഞാനപ്പാന അല്ലെങ്കിൽ നാരായണീയം ചൊല്ലിയിട്ടാണ് അഗ്നിപശ്യാമി ആ ശ്ലോകം കാണാതെ പഠിച്ചത്, പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ ഉറങ്ങാറ്. അപ്പോൾ അതിന് സോളിൻ്റെ പ്രസൻസ് വരും. ഞാൻ പറഞ്ഞു വന്നത്, അവളെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഞാൻ മുന്നേ ഈ ജേണി വരുന്ന സമയത്തും ട്വിൻ ഫ്ലെയിം ജേണിയിൽ പല ഡ്രാസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ എനിക്ക് വാണിംഗ് എന്ന രീതിയിൽ അവളുടെ സ്വപ്നം കാണാറുണ്ട്. അവൾക്ക് എൻ്റെ റിലേഷൻഷിപ്പിനെ കുറിച്ച് അറിയാം, പിന്നെ വാണി ചെയ്യാറുണ്ട്. റിലേഷൻഷിപ്പിലേക്കൊന്ന് പോകണ്ട, അത് പിന്നെ കോംപ്ലിക്കേറ്റഡ് ആവുമെന്നൊക്കെ പറഞ്ഞ് അന്ന് വാണി ചെയ്യാറുണ്ട് കേട്ടോ. മേ ബി അതാണോ ആ സോളിലുള്ളതെന്ന് അറിഞ്ഞുകൂടാ. പക്ഷേ എനിക്ക് പല സമയത്തും അവളുടെ പ്രസൻസ് വരാറുണ്ട്. മേ ബി എന്തോ കൈൻഡ് മെസ്സേജസ് പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ബ്രേക്കപ്പ് പോകുന്ന സമയത്തും അവളുടെ രൂപം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഫീൽ ചെയ്തു റിലേഷൻഷിപ്പിൽ എന്തോ വിഷമം വരാൻ പോകുന്നുണ്ട്. എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്യാറ്. നെഗറ്റീവായിട്ടാണ് എപ്പോഴും അവളുടെ പ്രസൻസിൽ എനിക്ക് മനസ്സിലാവാറ്. സോ വിച്ച് മീൻസ് ദേ ആർ സെൻഡിങ് സം മെസ്സേജസ് ടു അസ്. നമുക്ക് വാർണിംഗ് സൈനൊക്കെയാണ് തരുന്നത്. ഇത് പറയുമ്പോൾ കുറേ കിളികൾ പറന്നു പോകുന്നുണ്ട്. അതെ, അപ്പോൾ ഞാനിത് ആൻസിസ്റ്റർ ഹീലിങ്ങും അതുപോലെ അവർക്ക് ഫോർഗിവ്നെസ് കൊടുത്തു തുടങ്ങിയപ്പോൾ പിന്നെ സ്വപ്നം കാണുന്നതിൽ നിന്നു, അവളെ കാണാറില്ല. ഞാൻ പറഞ്ഞു വന്നിട്ടുള്ളത്, നമ്മൾ നന്നായിട്ട് ഫോർഗിവ്നെസ് കൊടുക്കുക. നിങ്ങളുടെ അച്ഛനോ അമ്മയോ ആരേക്കും മരണപ്പെട്ട് പോയിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ അവർക്ക് ഫോർഗിവ്നെസ് ഹോപ്പനപ്പനോ ടെക്നിക്സ് വെച്ച് കൊടുക്കുക. അവരെ കർമ്മക്കണക്ക് സെറ്റിൽമെൻറ്റ് ആയി വേഗം തന്നെ നെക്സ്റ്റ് നല്ലൊരു 4ൻ്റെ അപ്പുറം വരുമ്പോഴാണ് നല്ല റെല്ലത്തിലേക്ക്, ഇപ്പോൾ 5, 6 നല്ലൊരു സ്റ്റേജിന് സ്വർഗം എന്നൊക്കെ പറയുന്ന പോലെ അതിലേക്ക് പോകട്ടെ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുക. അല്ലെങ്കിൽ അവരുടെ ആ പ്രസൻസ് അവിടെ നിൽക്കുമ്പോൾ ചിലപ്പോൾ നമുക്കും കൂടി എനർജി എടുക്കാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട്, സോൾ ലെവൽ കാര്യങ്ങൾ. നമ്മൾ ഈ ഭൂമിയിലേക്ക് വരും ചുമ്മാ കുറേ കാര്യങ്ങൾ കണ്ടു പോവുക, മരണപ്പെട്ടു പോവുക എന്നല്ല. സോളിനെ പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വരുന്നത്. പക്ഷെ നമുക്കത് ഓർമ്മ പോവുകയാണ്. പക്ഷേ സ്പിരിച്വൽ ജേർണിയിൽ വരുന്ന ഓരോ സോൾസും ഭയങ്കര ബ്ലെസ്ഡ് ആണ്. ബിക്കോസ് നമ്മളതിലേക്ക് കണക്റ്റ് ചെയ്യുകയാണ്. കാരണം നമ്മളിപ്പോൾ അത് മനസ്സിലാക്കിയില്ല, മരിച്ചു പോയി കഴിഞ്ഞാൽ നമുക്കിങ്ങനെ കാണിച്ചു തരും, നിങ്ങൾ ഇവിടെയൊക്കെ തെറ്റ് ചെയ്തു, ഇത് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല നിന്നെ ഭൂമിയിലേക്ക് വിട്ടത്, പിന്നെയും നീ എന്തിനാണ് തെറ്റ് ചെയ്തത്, നമുക്ക് പിന്നെയും ബർത്ത് എടുക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഈ ഒരു ട്വിൻ ഫ്ലെയിം ജേർണിയിൽ വരുമ്പോൾ അത് ലാസ്റ്റ് ബർത്താന്ന് പറയുന്നത്. കാരണം അത്രയും എക്സ്ട്രീം ചലഞ്ചസും ആണ് ഞാനൊക്കെ ഫേസ് ചെയ്തിട്ടുള്ളത് ട്വിൻ ഫ്ലെയിം ജേർണിയിൽ. അത്രയും എന്താ പറയുക, നമുക്കിനി ഒന്നും ഫേസ് ചെയ്യാനില്ല, അങ്ങനെ നമ്മളെല്ലാം ഫേസ് ചെയ്യും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ട്വിൻ ഫ്ലെയിം സിംറ്റംസും ഉണ്ട്, കൂടെ നിങ്ങൾ കർമ്മ ക്രിയേറ്റ് ചെയ്യാതിരിക്കുക, നെഗറ്റീവ് കർമ്മ ക്രിയേറ്റ് ചെയ്യാതിരിക്കുക. കിട്ടുന്ന ടൈമൊക്കെ നിങ്ങളെ സോൾ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുക, നല്ല വാക്ക് ചൊല്ലുക, നല്ല മോട്ടിവേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് കേൾക്കുക, കുറച്ച് ഇങ്ങനത്തെ ബുക്സ്, സ്പിരിച്വൽ ബുക്സ്, പരലോക നിയമങ്ങൾ മസ്റ്റായിട്ട് റീഡ് ചെയ്യേണ്ടതാണ് ഞാൻ പറയും. കാരണം നമുക്കറിയാൻ സാധിക്കും, ഇപ്പോൾ ഒരുപാട് സോൾസുകൾ വരുമ്പോൾ വെറുതെ ആങ്സൈറ്റി, എന്താ പേടിയെന്ന് വെച്ചവർക്ക് പറയാൻ അറിയുന്നില്ല. അതെന്താണ്, മേ ബി അവർ മരണപ്പെട്ടത് അങ്ങനത്തെ ഒരു കൊല്ലത്തിലായിരിക്കാം.
അവർ വീണിട്ടോ അല്ലെങ്കിൽ പൊള്ളിയിട്ടോ അല്ലെങ്കിൽ സഡൻ ആക്സിഡൻറ്റിലൊക്കെ മരിക്കുമ്പോൾ ആ ഒരു ഭയത്തിലാണ് മരണപ്പെട്ട് പോകുന്നുണ്ടായിരിക്കും ആ സോള്. അപ്പോൾ ആ സോളിൽ ആ എനർജി നിൽക്കുന്നുണ്ടായിരിക്കും. അതാണ് ഈ ലൈഫ് ടൈമിൽ വരുമ്പോൾ ആ ഒരു എല്ലാത്തിനും ഭയങ്കര ഓവർ ആങ്സൈറ്റി, പ്രത്യേകിച്ച് ലൈഫ് പ്രത്യേകിച്ച് പേടിക്കേണ്ട സിറ്റുവേഷൻസ് ഇല്ല, പക്ഷേ ഇവരിങ്ങനെ പേടിച്ചുകൊണ്ട് പോകുന്ന സിറ്റുവേഷൻസ് ഉണ്ട്. അപ്പോൾ നോക്കുമ്പോൾ ഓറ റീഡ് ചെയ്യുമ്പോൾ മനസ്സിലാവും പാസ്റ്റ് ലൈഫിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ഇവർ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ മാക്സിമം നിങ്ങൾ ഷാഡോ വർക്ക്സ് ചെയ്തിട്ട് നിങ്ങളുടെ ഇങ്ങനത്തെ ഇഷ്യൂസൊക്കെ ക്ലിയർ ചെയ്യുക. പിന്നെ ഈവനിങ് ആദ്യം ട്വിൻ ഫ്ലെയിം ജേണിയിൽ ഫസ്റ്റ് സ്റ്റേജിലൊക്കെ വരുന്നവരോട് പറയാനുള്ള കാര്യം, ഈവനിങ് ഒരു 6 മണിക്ക് ശേഷം നിങ്ങൾ എനർജി പ്രൊട്ടക്റ്റ് ചെയ്യാതെ ഒന്നും മെഡിറ്റേഷൻസ് ചെയ്യല്ലേ. ചിലപ്പോൾ ഞാൻ മുന്നേ ചെയ്തിരുന്നു, രാത്രി 10 മണിക്കൊക്കെ ഇരുന്ന് ചെയ്യാറുണ്ട് പുറത്തൊക്കെ ഇരുന്നിട്ട്. അപ്പോൾ എനിക്ക് അതിൻ്റേതായിട്ടുള്ള എനർജി സ്വപ്നങ്ങൾ വരാറുണ്ട്, ഡബിളായിട്ടുള്ള സ്വപ്നങ്ങൾ. അപ്പോൾ എനർജി ബാധിക്കുന്നതാണ്. കാരണം നമ്മൾ ബാലൻസ്ഡ് ആയിട്ടില്ല, പ്രൊട്ടക്റ്റ് ചെയ്യാൻ അത്ര അറിഞ്ഞിട്ടില്ല സ്റ്റാർട്ടിങ് സ്റ്റേജിൽ. ഇപ്പോൾ എനിക്കറിയാം എങ്ങനെ അതിനെ ബാലൻസ് ചെയ്യണമെന്നൊക്കെ. അപ്പോൾ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഒരു അവെയർനെസ്സാണ് മെയിനായിട്ട് വേണ്ടത്. പിന്നെ സിംറ്റംസ് ആയിട്ട് തലവേദന അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് റെസ്റ്റ് എടുക്കുക, നന്നായി വെള്ളം കുടിക്കുക, റെസ്റ്റ് എടുക്കുക. ഗ്രൗണ്ട് നീരും കാര്യങ്ങളൊക്കെ വരുന്നെങ്കിൽ നന്നായി നടക്കുക, ഗ്രാറ്റിറ്റ്യൂഡ് വാക്കുക, താങ്ക് യു ഒക്കെ പറഞ്ഞ് മാജിക് പ്രാക്ടീസ് ചെയ്യാം, നന്നായിട്ട് ഹീൽ ചെയ്യുക, 7 ചക്ര ചെയ്യുക. പിന്നെ സ്റ്റാർട്ടിങ് തന്നെ കയറിപ്പോയിട്ട് നിങ്ങളെന്ത് ചെയ്ത് കർമ്മ ക്ലിയറൻസും ചെയ്യല്ലേ. അത് ഭയങ്കര രീതി നിങ്ങൾക്കത് ബാലൻസ് ചെയ്യാനൊന്നും അറിഞ്ഞില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് പറയുന്നത് മെല്ലെ ആദ്യം ഞാൻ എപ്പോഴും പറയുന്നത് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുക, പിന്നെ ഫോഗിനെസ് ചെയ്യുക, ഒപ്പനൊപ്പനോ, പിന്നെ നിങ്ങൾ 7 ചക്ര ഒന്ന് ഡെയിലി കോമ്പിനേഷൻ ചെയ്തിട്ട് പിന്നെ നിങ്ങൾക്ക് കർമ്മ ക്ലിയറൻസസ് ഒരു ദിവസം DNA അങ്ങനെ നിങ്ങൾക്ക് ഓരോ ആൻസെസ്ട്രൽ ഹീലിംഗ് ഒക്കെ ചെയ്യാം കേട്ടോ. ഇപ്പോൾ കരിയറിലൊക്കെ നന്നായിട്ട് ബുദ്ധിമുട്ടുള്ളവർക്കാണെങ്കിൽ ആൻസിസ്റ്ററോട് പ്രാർത്ഥിച്ചിട്ട് നമുക്ക് ബ്ലെസ്സിങ്സ് ചോദിക്കാം. ഞാൻ അങ്ങനെ ചെയ്യാറ്. എനിക്ക് ആൻസിസ്റ്റേഴ്സ് നല്ല രീതിയിൽ ബ്ലെസ് ചെയ്യാറുണ്ട് എൻ്റെ കരിയറിൽ ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാം. ഓക്കെ. പിന്നൊരു കാര്യം, ഞാൻ മറന്നു പോകുന്ന കാര്യം എപ്പോഴും വീഡിയോയിൽ പറയണമെന്ന് ചിന്തിക്കും. ഇത് കാണുന്നവർ വർക്ക് ചെയ്യുന്നവരാണ്. ഇപ്പോൾ ജെൻസ് ഉണ്ട്, മെയിൽസ് കേൾക്കുന്നുണ്ട്, വിമൺ അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്ന അമ്മമാരും അച്ഛന്മാരൊക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ അച്ഛനും അമ്മയൊക്കെ ജീവനോടെ ഇരിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് എല്ലാ മാസവും നിങ്ങളെ കൊണ്ട് കഴിയുന്ന പൈസ കൊടുക്കുക. അതും കൈൻഡ് ഓഫ് ഒരു ഗ്രാറ്റിറ്റ്യൂഡ് മാത്രമല്ല, നിങ്ങളുടെ എന്തെങ്കിലും കർമ്മക്കണക്കുണ്ടെങ്കിൽ സെറ്റിൽമെൻറ്റ് ആവും ചെയ്യും. നിങ്ങളോട് പറ്റുന്ന രീതിയിൽ പൈസ കൊടുക്കുക കേട്ടോ അച്ഛനും അമ്മയ്ക്കൊക്കെ. ഓക്കെ. അത് നിങ്ങളുടെ ഒരുപാട് കർമ്മത്തെ നിങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യാനും ഹീൽ ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നൊരു നല്ലൊരു കാര്യമാണ്. ഇപ്പോൾ മണി ബ്ലോക്കേജസ് ഉള്ളവരാണെങ്കിൽ ഡെഫിനറ്റ്ലി കൈയോടെ കൊടുക്കുക. കാരണം അവരിലൂടെയാണ് നമ്മൾ ഇതിലേക്ക് എത്തിയിട്ടുള്ളത്. അവർ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും അച്ഛനമ്മയൊക്കെ നമ്മൾ നോക്കാൻ വേണ്ടിയിട്ടൊക്കെ. ഒരുപാട് പേര് അച്ഛനമ്മേനെ കൊല്ലുന്നതൊക്കെ ഉണ്ട്. പക്ഷേ കർമ്മ അക്കൗണ്ടാണ്, നമുക്കതിൽ കയറി ഒന്നും ഇടപെടാൻ പറ്റില്ല. പക്ഷെ കാണുമ്പോൾ 3D നോക്കുമ്പോൾ അമ്മമാരെ എങ്ങനെയാണ് കൊല്ലുന്നത് എന്നൊക്കെ നമ്മൾ ചിന്തിക്കില്ല. ശരിക്കും ഒരു വിഷമമുള്ള കാര്യമാണ്. നമ്മളത്രയും കഷ്ടപ്പെട്ടിട്ടൊക്കെയാണ് നോക്കി വളർത്തിയിട്ടുണ്ടാവുക. പണ്ട് എന്ന് പറയുമ്പോൾ ഇത്രയും സൗകര്യങ്ങളില്ലല്ലോ. ഇപ്പോൾ പിന്നെയും എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനത്തെ ടിപ്പ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. അച്ഛനമ്മയ്ക്കും പറ്റുന്ന രീതിയിൽ ഒരു 500 അല്ലെങ്കിൽ 100 രൂപയെങ്കിലും നിങ്ങളൊന്ന് എല്ലാ മാസവും കൊടുക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ഡ്രസ്സ് എടുത്തിട്ടോ അങ്ങനെ അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ വാങ്ങിക്കൊടുക്കുകയും ചെയ്യുക. അപ്പോൾ ആ ഒരു അൺകണ്ടീഷണൽ ലവ് നിങ്ങൾക്ക് വർദ്ധിക്കും ചെയ്യും. ആ ഒരു മണി ബ്ലെസ്സിങ്സ് കൂടും ചെയ്യും. ഓക്കെ. ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ. അപ്പോൾ ഓവറോൾ ആയിട്ടാണ് ട്വിൻ ഫ്ലെയിമിൻ്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഓക്കെ. സോ താങ്ക് യു. നിങ്ങൾക്ക് ടാരോ റീഡിങ്സോ കാര്യങ്ങളോ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം. എൻ്റെ എനർജി എക്സ്ചേഞ്ച് ഞാൻ കുറച്ചൊന്നും മാറ്റം വരുത്തിയിട്ടുണ്ട് കേട്ടോ. കാരണം എനിക്കത് ഫീൽ ചെയ്തു. ഞാനിങ്ങനെ ഹീൽഡായി വരുമ്പോൾ അത് ആവശ്യമാണെന്ന് തോന്നി. കുറച്ചധികം എനർജി കൊടുക്കുമ്പോൾ അതിനുള്ള എനർജി എക്സ്ചേഞ്ച് വേണമെന്ന് എനിക്ക് ഇൻറ്റ്യൂട്ടീവ്ലി ഫീൽ ചെയ്തു. സോ ചെറുതായിട്ടൊക്കെ ഒന്ന് എനർജി എക്സ്ചേഞ്ചിലുള്ള റേറ്റ്സ് ഞാൻ മാറ്റിയിട്ടുണ്ട്. പക്ഷേ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഹീലിങ്സ് റീഡ് ചെയ്യുമ്പോൾ അതിൻ്റെ സൊല്യൂഷൻസും മെഡിറ്റേഷൻസും ബൈന്യൂറൽസൊക്കെ ഞാൻ അയച്ചു കൊടുക്കുന്നതാണ്. നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങൾക്ക് അയച്ചു തരും. മെഡിറ്റേഷനൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഞാൻ ചോദിക്കും, നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങൾക്ക് അയച്ചു തരാറുണ്ട് ഞാൻ കേട്ടോ. ഓക്കെ. സോ താങ്ക് യു.